നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിലമ്പൂരിൽ യുഡിഎഫിന്റെ മിന്നുന്ന വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യുഡിഎഫ് ആലങ്കോട് നന്നമുക്ക് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചങ്ങരംകുളത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. കേക്ക് മുറിച്ചാണ് ആഹ്ലാദം പങ്കിട്ടത്. സിദ്ദിഖ് പന്താവൂർ, ഷാനവാസ് വട്ടത്തൂർ, അടാട്ട് വാസുദേവൻ, രഞ്ജിത്ത് അടാട്ട്, നാഹിർ ആലുങ്ങൽ, പി.ടി. ഖാദർ, പ്രസാദ് പ്രണവം, ഹുറൈർ കൊളക്കാട്, സാദിഖ് നെച്ചിക്കൽ, മുസ്തഫ ചാലുപറമ്പിൽ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി. ദൈവമേ, പോസ്റ്റൽ വോട്ട് തുറന്നു നോക്കി രണ്ടാം സർക്കാർ ദുരന്തം വരുമ്പോ ബക്കറ്റുമായി പിരിവിനിറങ്ങുന്നോർ, പിരിച്ചു കിട്ടിയ കാശ് കൊണ്ട് പുത്തടിക്കുന്നോർ, കത്തിയെരിയും സൂര്യൻ വിടുന്ന പോലെ ഇരിക്കും നിന്റെ ഒഴുക്ക് കൈ കൊണ്ട് തൊട്ടാൽ. വിജയം കേരളത്തിലെ ഒന്നാകം ജനാധിപത്യ വിശ്വാസികൾ 3.5 കോടി മലയാളികൾ കാത്തിരുന്നൊരു വിജയമാണ്. എന്തുകൊണ്ടാണ് ഈ 3.5 കോടി മലയാളികളും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ ഏറ്റവും പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ടതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അതിന് നേതൃത്വം നൽകുന്ന സഖാവ് പിണറായി വിജയന്റെയും നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തെ സമ്പൂർണമായി ഭരിച്ച് മുടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ദുർഘടമായ അവസ്ഥയിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നേർസാക്ഷ്യങ്ങൾ, അതിന്റെ ദൃസാക്ഷ്യങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത വിധത്തിൽ ഏത് സമയത്തും കടുവയും ആനയും മറ്റു വന്യമൃഗങ്ങളും വന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന മനുഷ്യരുടെയും മറ്റു ജന്തുജാലങ്ങളുടെയും വാർത്തകൾ നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിരലനക്കാൻ കഴിയാത്ത ഒരു വനം വകുപ്പും ഒരു വകുപ്പ് മന്ത്രിയുമാണ് കേരളത്തിലുള്ളത് എന്ന് നിലമ്പൂർ ജനത കണ്ടെങ്കിൽ, അവർ ഈ 19-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് ചെന്നപ്പോൾ ഈ കേരള ജനതയുടെ പ്രതീകമായി പ്രതിഷേധം അവർ വോട്ട് രേഖപ്പെടുത്തി. ആര്യാടൻ ഷൗക്കത്തിന് കൈയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് നാം കണ്ടതാണ്. നിങ്ങൾക്കേവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ബക്രീദ് ആശംസകൾ. ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. Sunrise Hospital. Care beyond cure.